പായൽ ഇഷ്യൂ അത് ഈ ഇപ്പോഴത്തെ കാലത്തുണ്ടല്ലോ, ഞാൻ അത് കഴിഞ്ഞ വട്ടവും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാമാനം എയും ഒക്കെ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇതാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് വീഡിയോ എടുത്തു വെച്ച് അതിൽ ഏറ്റവും വലിയൊരു ഇത് ഉണ്ടാവില്ല, പുള്ളിക്കാരുടെ ഒരു ഫേക്ക് വീഡിയോ ഇറങ്ങി കേട്ടാ. ഈ വീഡിയോ ഇറങ്ങിയതിനകത്ത് ഇത് അപ്ലോഡ് ചെയ്യുന്ന കുറെ വാണ പേജുകളുണ്ട്. ഈ പേജുകളിൽ അവന്മാര് അതിനകത്ത് ഒരു ബോട്ടും കൂടെ ആഡ് ചെയ്യും. എന്താണെന്നറിയോ? നിങ്ങൾ കമന്റ് ഇട്ട ഇൻബോക്സിൽ ലിങ്ക് അയച്ചു തരാം, കോപ്പ് അയച്ചു തരാം, അത് അയച്ചു തരാം. അത് കണ്ടോണ്ട് ലിങ്ക് 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 എന്ന് പറഞ്ഞ് കമന്റ് ഇടാൻ കുറെ വാണ കണ്ടികളുണ്ട്, മനസ്സിലായ? കാമ ഫ്രസ്ട്രേറ്റഡ് ഫുണ്ട്. അതിനി റിയൽ ആണോ? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ നിങ്ങളടുത്ത് പറയാം. ഈ തുണ്ട് കാണുന്നത് ഇതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ബട്ട് സ്റ്റിൽ നമ്മുടെ നാട്ടിൽ ഈ പോലത്തെ വെബ്സൈറ്റുകളൊക്കെ ബാൻഡാ. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, ഇപ്പോൾ ഒരു പോണ ആക്ട്രസോ അല്ലെ ആ ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കാണുന്നതിനോ ഒന്നും ഇത് പറയാനോ ഒന്നും ഇവിടെ കൺട്രോൾ ചെയ്യാനോ ഒന്നും ആരുമില്ല. പക്ഷേ ഇങ്ങനെ ഒരാളുടെ സാധനം ഇറങ്ങുക നാളെ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ആലോചിച്ചു, ഡ്രീമർ ഗത പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ വെച്ചുണ്ടാക്കി ഇപ്പൊ വരുവാന്ന് വിചാരിച്ചാൽ നിങ്ങൾ അത് ഉടനെ ഡ്രീമറിന്റെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കാതെ നിങ്ങൾ ചാടി കയറി അത് ഷെയർ ചെയ്യരുത്. അത് അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ പറയണേ എല്ലാം രണ്ട് സൈഡ് നിങ്ങൾ നോക്കട്ടെ. പുള്ളിക്കാരി ഇപ്പൊ ലീഗലി മൂവ് ചെയ്യുകയാണെന്നൊക്കെ പറയണുണ്ട്. അപ്പൊ ഓരോരുത്തന്മാർ എടുത്ത് വെച്ച് കളിക്കുന്നവന്മാരൊക്കെ ആയിരിക്കും ലാസ്റ്റ് ഷെയർ ചെയ്യണവന്മാരൊക്കെ ആയിരിക്കും ഏറ്റവും എടുത്ത് വെച്ച് പോകണം. അങ്ങനെ വന്ന് എല്ലാവരെയും പൊക്കുന്നൊന്നും അല്ല ഞാൻ പറയണം. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ വരാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ നോക്കി ചെയ്യുക. പിന്നെ നിങ്ങൾ ഇൻ കേസ് ഒന്ന് ആലോചിച്ച് നോക്കുക. കേസ് നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ ഉള്ളതല്ലേ. ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണെങ്കിൽ അതിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നുവെച്ചാൽ വീട്ടില് അച്ഛനോടും അമ്മയോടും ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ബോയ് ഫ്രണ്ടിനോടും എല്ലാവരുടെ ബോധിപ്പിക്കേണ്ട അവസ്ഥ വരും, മനസ്സിലായ? അതൊരു ഭയങ്കര സാധനമാണ്. എലോൺ മസ്ക് ഒക്കെ പറഞ്ഞ കാര്യം എക്സാക്ട്ലി കറക്റ്റ് ആണ്, ഓൺ പോയിന്റ് സാധനമാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറാ. നമുക്ക് കുറെ കാര്യങ്ങൾ ഹെൽപ്ഫുള്ളാ, അത് ശരിയാ. പക്ഷെ ഈ പറയണ സാധനമാണ് പറ്റാത്തത്, ഇതിന്റെ നെഗറ്റീവ് സൈഡ്. ഒരു മിനിറ്റ് എന്നെ സൈബർ സെൽ കൊണ്ടുവന്നു. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ അനീഷ് ബ്രോ. താങ്ക് യു സോ മച്ച്. വൺ ഈഗിൾ ഗെയിമിംഗ് സബ്സ്ക്രിപ്ഷൻ ബ്രോ. താങ്ക് യു സോ മച്ച്. ഡ്രീമർ ലിങ്ക് ഞാൻ പറഞ്ഞാടാ, അത് ശരിക്കും ഇപ്പൊ കുറെ പേരെ അഫക്ട് ചെയ്യണ കാര്യമാണ്. ഇതില് നമ്മുടെ ഇവിടെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന കുറെ പേര് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ ഒന്നുകൂടെ പറയാം. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഈ സാധനം നിങ്ങളെല്ലാം ഒന്ന് ഓർത്തിരുന്നു. ഞാൻ ഇപ്പോഴും പറയുവാണേ, നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടാവും, എന്താ സെലിബ്രിറ്റി സ്റ്റാറ്റസോ അല്ലെങ്കിൽ 4 പേര് അറിയാവുന്നവരുടെ ഡീപ് ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ടെലഗ്രാമിൽ കിടന്ന് ഓടുന്നുള്ളൂ എന്ന്. അത് വെറും തെറ്റിദ്ധാരണയാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു ബ്രോ കോൺടാക്ട് ചെയ്ത് ഇതിന്റെ ആളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്തത്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് റിപ്ലൈ ചെയ്താണ്, ചേട്ടാ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എൻ്റെ സ്വന്തം ചേച്ചിയുടെ ഫോട്ടോ പുള്ളിക്കാരിക്ക് ഒരു ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പ്രൊഫൈലിൽ നിന്നാണ്. പുള്ളിക്കാരിക്ക് ഇൻസ്റ്റഗ്രാമിൽ 100 ഫോളോവേഴ്സേ ഉള്ളൂ. 100 ഫോളോവേഴ്സ്. പുള്ളിക്കാരന്റെ പ്രൊഫൈലിൽ നിന്ന് ആ ഫോട്ടോ എടുത്തേക്കുന്നത്. അത് ഡീപ് ഫേക്ക് ആയിട്ട് പക്ക നേക്കഡ് ആയിട്ട് വന്ന് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കാണുമ്പോഴേ അതിന്റെ വിഷമം മാത്രം മനസ്സിലാവും. ഗൈസ്, ടെലഗ്രാമിൽ ബോട്ട് വെച്ച് ഇത് ചെയ്യുന്ന കുറെ ഉണ്ട്, തന്തയില്ലാത്തവന്മാർ, പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ വെറുതെ ഒരു ഫോട്ടോ അവിടെ കൊണ്ട് കൊടുക്കുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് പറയുന്നത് ചിലപ്പോൾ ഇവന്മാർക്ക് എക്സ്പോഷർ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുക, അത് ഫേസ് ചെയ്യാൻ പ്രിപ്പയർ ആയിരിക്കണം. നേരെ ചാടി കയറി അവിടുത്തെ ചൂടാവോ സത്യാവസ്ഥ എന്താണെന്ന് ചോദിക്കാതെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കണം, പറയാതിരിക്കാൻ വയ്യ. ഇവന്മാർ ആ ബോട്ട് വെച്ചിട്ട് AI വെച്ച് ഓരോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ആയിരിക്കും ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്, ഓരോരുത്തന്മാർ എൻജോയ് ചെയ്യുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ഇതിന്റെ പുറകില്ല. ഞാൻ കുറെ കുറെ ആൾക്കാർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തത് ഇതുവരെ ഒരു ഇത് സംഭവിച്ചിട്ടില്ല. നോക്കാം, നിങ്ങൾക്കൊക്കെ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഇത്. കാരണം ഇപ്പൊ എൻ്റെ പ്രൊഫൈലിൽ നിന്നും എൻ്റെ വൈഫിന്റെ പ്രൊഫൈലിൽ നിന്നും ഒക്കെ അവരുടെ സ്വന്തം ഫോട്ടോ എടുത്തിട്ട് ഇത് കുറെ നാളായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ മാത്രമൊന്നല്ല, ഇപ്പോൾ നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള കുറെ ആൾക്കാർ, അതുപോലെ അല്ലാതെ ക്രിയേറ്റേഴ്സ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന അങ്ങനത്തെ കുറെ പേരുടെ ഈ സാധനം ചെയ്യുന്നുണ്ട്.
നമുക്ക് തടയാൻ വലിയ മാർഗങ്ങളൊന്നും ഇല്ലടാ ഇവിടെ. അൺടിൽ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഈ AI വെച്ചിട്ടോ അല്ലെങ്കിൽ ടെലഗ്രാം എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളിൽ കൺട്രോൾ കൊണ്ടുവരുന്നത്. ഒന്നും ബാൻ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റഡ് ആക്സസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. നമുക്ക് സിറ്റിയിലോട്ട് കയറാം, സംസാരിച്ചോണ്ട് പറയാം. അമിത് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് അഗൈൻ. അല്ലാതെ ഞാൻ വേറെ ഒന്നും പറയാനില്ല. ഇതാരടെ ഈ കോള് വിളിക്കുന്ന ഇതിന്റെ ഇടയ്ക്ക്? ബ്രോ ഇത് ഇങ്ങനെ ചെയ്യല്ലേ പ്ലീസ്. ഒരു സെക്കൻഡ് ഗൈസ്. നമുക്കപ്പോ സിറ്റിയിലോട്ട് കയറാം. ഇന്ന് ആരും ഉണ്ട്? ഇന്ന് വലിയ RP ഒന്നും പ്രതീക്ഷിക്കില്ല കേസ്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോന്നൊന്നും. നമ്മുടെ പിള്ളേർ ആരും ഇല്ല, ചന്ദ്രനും എല്ലാം പുറത്തു പോയേക്കുക. നമുക്ക് ചുമ്മാ കയറി നോക്കാം, ആരെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കാം. ഗൈസ് ഒരു മിനിറ്റ്, ഒരാൾ എന്തോ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണെന്ന് പറഞ്ഞ് എന്നെ വിളിക്കണം. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഒരു സെക്കൻഡ്. സോ ഗൈസ് ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങളുടെ കമന്റ് സെക്ഷൻ ഒന്ന് എടുത്തോട്ടെ. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഷമീർ റോക്സേൻ ഇഷ്യൂ. എടാ ഞാൻ മറ്റേ കോടതിയാണല്ലോടാ. ഞാൻ കോടതിയാണല്ലോ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർക്കാൻ. ഞാനാണല്ലോ ഇതിന്റെ എല്ലാ ആള്. ഇവിടെ എക്സലാൻഡിസ് സെർവറിൽ ആർക്ക് എന്ത് പറ്റിയാലും ഞാൻ പോയി, ഞാൻ രക്ഷകനാ, ഞാൻ ഡിങ്കനാ ഞാൻ. എടാ ഒന്നാമത്തെ കാര്യം, ഞാൻ വേറൊരു കാര്യം പറയാം. ഷമീർ, അവര് MRC ഗ്യാങ്, അവർക്ക് ആർക്കും അതിൽ കുറച്ചെങ്കിലും RP പറ്റി അറിയാവുന്നത് തൊപ്പിക്കായിരിക്കും. ബാക്കി ആർക്കും RP എന്താണ് അല്ലെങ്കിൽ RPയുടെ കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ല. അവരതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ, മനസ്സിലായ? അവരപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ അവരുടെ കാര്യങ്ങൾ, അവരുടെ യൂണിവേഴ്സ്, അവരുടെ കാര്യങ്ങൾ. അമിത് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ എനിക്ക് അതിനകത്ത് പോയി അവരെ തിരുത്താനുള്ള സ്വാതന്ത്ര്യം ഇല്ല, എങ്ങനെ ഇതാക്കണം ഇതൊക്കെ. അപ്പൊ ഇൻസൈഡ് ദ സിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടുത്തെ എക്സലാൻഡിസ് അഡ്മിൻസോ സെർവേഴ്സോ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് തീർക്കുക. വെളിയിലാണെങ്കിൽ ഈ രണ്ട് ആരൊക്കെയാണോ അടി അവർ തമ്മിൽ തീർക്കണമല്ലേ നല്ലത്. ഞാൻ അതിനകത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ സിറ്റുവേഷൻ. ഞാൻ കണ്ടില്ല, സത്യമായിട്ടും കണ്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ.